ഡീൽ ആരോപണത്തിൽ CPM കോൺഗ്രസ് ദേശീയ നേതൃത്വങ്ങൾ കൂടി കക്ഷി ചേർന്നതോടെ വിഷയത്തിൽ പോര് കൂടുതൽ മുറുകി. നേരത്തെയും തൃശൂരിലെയും BJP വിജയം ചൂണ്ടിക്കാട്ടി വോട്ട് മറിച്ചത് കോൺഗ്രസ് എന്ന വാദമാണ് LDF നേതാക്കൾ നടത്തുന്നത്. 24 മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെയും VS സുനിൽകുമാറിന്റെയും പ്രതികരണങ്ങളിലേക്ക്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നടന്ന ഡീല് ഇവിടെ ഒരു BJPയുടെ MP ഉണ്ടാകാനിടയാക്കിയ പൊളിറ്റിക്കൽ അന്തർധാര അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡീലുണ്ടായത് സത്യത്തിൽ തൃശ്ശൂരിൽ BJPയും കോൺഗ്രസും തമ്മിലാണ്. DCC പ്രസിഡന്റിനെയും അന്നത്തെ TN പ്രതാപനെയും സംഘടന നടപടിയെടുത്ത് എന്തുകൊണ്ടാണെന്നും അതോടൊപ്പം അന്ന് ഇവിടെ നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി KPCC അന്വേഷിച്ച് കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ബഹുമാന്യ KC വേണുഗോപാൽ തയ്യാറുണ്ടോ? എങ്ങനെയാണ് കേരള നിയമസഭയിൽ BJP അക്കൗണ്ട് തുറന്നത് 2016-ൽ കോൺഗ്രസിൻ്റെ വോട്ട് മറിച്ചിട്ടാ? എങ്ങനെയാണ് കേരളത്തിലെ 20 ലോക്സഭാ സീറ്റിൽ ആദ്യമായി തൃശ്ശൂർ BJP ജയിച്ചത്, താമര വിരിഞ്ഞത് കോൺഗ്രസിൻ്റെ വോട്ട് മറിച്ചിട്ടാ? ഇതിനെതിരെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചല്ലോ. കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി താമര ചിഹ്നത്തിൽ വോട്ട് മറിച്ചു എന്ന് പലരും മൊഴിയെടുത്തല്ലോ. അത് പലരും പത്രക്കാരോട് പറഞ്ഞല്ലോ. എവിടെയാ റിപ്പോർട്ട്? അപ്പോൾ ഇതൊക്കെ ആളുകൾക്ക് അറിയാം. CPM BJP ഡീൽ പുറത്തു വന്നതോടെ LDF പരിങ്ങലെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. അല്ല, അവർ ഉദ്ദേശിച്ചത് ആളുകളെ പറ്റിക്കാനാണ്. അങ്ങനെ പറ്റാത്ത സ്ഥാനാർത്ഥികളെ ലൈറ്റ് കാൻഡിഡേറ്റ്സിനൊക്കെ ഇട്ട് ആളുകളെ പറ്റിക്കാമെന്നാണ് വിചാരിച്ചത്. അത് ആളുകൾക്ക് മനസ്സിലായ പിന്നെ ആളുകൾ തിരിഞ്ഞു വോട്ട് ചെയ്യൂലേ. അപ്പം മതേതര വോട്ടുകൾ ഏകീകരിച്ച് UDFന് ഒറ്റക്കെട്ടായി വരും. അതാണ്ടാവുക. ആത്മവിശ്വാസം കൂടെയാണ്. ഞാൻ വെറുതെ ആലങ്കാരികമായി പറയല്ല. ഇലക്ഷൻ രംഗത്ത് UDFന്റെ ട്രെൻഡ് ഓരോ ദിവസം കഴിയുന്നിടത്തോളം വർദ്ധിച്ചു വരികയാണ്. വിപിൻ C വിജയനുള്ളും ചേർന്ന്. വിപിൻ, ഇത് ഇല്ല അമേരിക്ക ഇറാനിൽ തുടങ്ങി വെച്ച് കുടുങ്ങിപ്പോയ യുദ്ധം പോലെ ഇത് ആരോപണം തുടങ്ങി വെച്ച് പിടിവിട്ട് പല വഴിക്ക് ഏതോ വഴിക്കൂടൊക്കെ അത് നിയന്ത്രിക്കാൻ കഴിയാത്ത വണ്ണം വികാസം പ്രാപിക്കുകയാണോ ഡീൽ ആരോപണം? കൂടുതൽ പ്രതികരണങ്ങൾ ഇന്നും പ്രതീക്ഷിക്കണ്ടേ വിപിൻ? അശ്മി, തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ ഏറ്റവും ശക്തമായ വിഷയമായി ഡീൽ വിവാദം കത്തുകയാണ്. ഓരോ ദിവസവും നേതാക്കളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം വരുന്നു എന്നുള്ളതാണ് തൽസ്ഥിതിയുള്ളത്. വരുന്ന ദിവസങ്ങളിലും ഈ പ്രചാരണത്തിലെ ഒരു പ്രധാന കാര്യം ഈ ഡീലാവും എന്നുള്ളത് തീർച്ചയുമാണ്. അതിൽ എടുത്തു പറയേണ്ടത് ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പറഞ്ഞത് കറകളഞ്ഞ RSS ഏജന്റാണ്. അദ്ദേഹം RSSന്റെ സപ്പോർട്ട് കൂടിയാണ് 1977-ൽ നിയമസഭയിലേക്ക് എത്തിയത് എന്നുള്ളത് പറഞ്ഞു. അതിനിന്നിപ്പോൾ ഇതാ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നു. എന്താ സംബന്ധവും പറയാൻ മടിയില്ലാത്ത ആളാണ് VD സതീശൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പേരെടുത്ത് തന്നെ ഒരു വിമർശനം പറഞ്ഞിരിക്കുകയാണ്. അന്നത്തെ കണ്ണൂരിലെ സാഹചര്യം എല്ലാവർക്കും അറിയാം. ഇവരെല്ലാം കൂടി പ്രസിഡന്റാക്കിയ ആൾ തന്നെയാണ് RSSന് സംരക്ഷണം ഒരുക്കിയ കാര്യം പറഞ്ഞത് എന്നുള്ളതും മുഖ്യമന്ത്രി ഇന്നിപ്പോൾ ആവർത്തിച്ചിരിക്കുന്നു. അത് K സുധാകരനെ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് അത് ആവർത്തിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ നാലോട്ടുകൾക്ക് വേണ്ടി രാഷ്ട്രീയ ചരിത്രം കാണിക്കുകയില്ല എന്നുള്ളത് മുഖ്യമന്ത്രി വീണ്ടും ആവർത്തിക്കുകയാണ്. ഇതിനു മുൻപ് നടന്ന തിരഞ്ഞെടുപ്പിലും അദ്ദേഹം അക്കാര്യം പറഞ്ഞിരുന്നു. ഈ ഒരു ഡീലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ സഖ്യമുണ്ടാക്കുന്നതിനെ സംബന്ധിച്ചായിരുന്നു അന്ന് പറഞ്ഞതെങ്കിൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ അത് ആവർത്തിക്കുകയാണ്. ഇപ്പോൾ പ്രധാന വിഷയം തൃശ്ശൂരിലും നേമത്തും BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കുന്നതിനുള്ള സാഹചര്യം കേരളത്തിൽ ഒരുങ്ങിയത് എങ്ങനെയാണ്? അതാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കി ഇരു മുന്നണികളും എടുക്കുന്നത്. അത് BJPക്ക് അത് ഗുണമാകുകയുള്ളൂ എന്നുള്ളത് ഇന്നലെ ജോർജ് കുര്യൻ ഒപ്പം തന്നെ R ശ്രീലേഖ പക്ഷേ ഇതൊക്കെ പഴയ കാര്യങ്ങളാണല്ലോ. നിയമ ആണെങ്കിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ആണെങ്കിൽ അല്ലെങ്കിൽ പറവൂരിൽ പണ്ട് VD സതീശൻ ആണെങ്കിൽ അല്ലെങ്കിൽ 1977-ൽ പണ്ട് പിണറായി വിജയൻ ആണെങ്കിൽ അപ്പോൾ ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന തൃപ്പൂണിത്തുറയിലടക്കം കോന്നിയിലും റാന്നിയിലും അടക്കം BJPക്ക് ശക്തമായ റൂട്ട്സ് ഉള്ള അല്ലെങ്കിൽ വോട്ടുള്ള ഏറ്റുമാനൂരടക്കം ഉള്ള മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് BJP സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്നതായിരുന്നു ഈ ഡീലിന്റെ കാതലായ ചോദ്യം. അതിന് മറുപടി പറയേണ്ടതാവട്ടെ BJP ആണ്. BJP തർക്കങ്ങളിൽ മിണ്ടാതെ കോൺഗ്രസ് നാണമില്ലാത്ത പാർട്ടി എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുകയുമാണ്. വിപിൻ, അതെ, തീർച്ചയായിട്ടും ഈ ഘടക കക്ഷികൾക്ക് കൂടുതൽ സീറ്റ് നൽകിയതിൽ BJPയിൽ തന്നെ വിമർശനം ഉണ്ടാവുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ വിഷയങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുക്കുന്നത്. കാരണം തൃപ്പൂണിത്തുറയിൽ ഉൾപ്പെടെ A ക്ലാസ് മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലം ഇപ്പോൾ 2020 നൽകുന്നു. ഒപ്പം തന്നെ BDJs ഉൾപ്പെടെയുള്ളവർക്ക് നൽകുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്കാം, വോട്ട് ശതമാനം കൂട്ടാവുന്ന ഒരു ഘട്ടത്തിൽ പോലും BJP ഇത്തരത്തിൽ ചെയ്യുന്നത് ആർക്കു വേണ്ടി എന്നുള്ള ചോദ്യം LDFും UDFും പറയുന്നുണ്ട്. പക്ഷേ അത് എല്ലാം തന്നെ ചരിത്രങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്.
സംസാരിക്കുന്നത്, അല്ലെങ്കിൽ പണ്ട് തൃശ്ശൂരിൽ എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ നേമത്ത് എന്ത് സംഭവിച്ചു തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ ഇതിന് കാതലായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. പരസ്പരം പഴിചാരുക എന്നുള്ളതിനപ്പുറമായി ഇതിൽ BJP ഒരു സ്റ്റാൻഡ് പറയുകയോ അല്ലെങ്കിൽ ഈ ഒരു ഡീലിൽ വല്ലാതെ കക്ഷി ചേരുകയോ ചെയ്യുന്നില്ല എന്നുള്ളതുമുണ്ട്. അവർ വിജയിക്കാൻ മാത്രം മത്സരിക്കുന്നു എന്നുള്ളത് പറയുമ്പോൾ പോലും കേരളത്തിലെ ഇരു മുന്നണികളിലെയും പ്രധാന നേതാക്കൾ പ്രചാരണായുധമാക്കി ദിവസവും ഈ വിഷയം കത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യം. വരുന്ന മണിക്കൂറിലും ഇത് തുടരാൻ തന്നെയാണ്. അപ്പൊ അതിങ്ങനെ തൃശ്ശൂര് പിന്നെ നിയമം ബാക്കിയിലേക്ക് പിന്നെയും അങ്ങോട്ടേക്ക് പോവുകയാണ്. ജനസംഘ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കാര്യങ്ങൾ. അത് സാധാരണ വോട്ടർമാർക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഡീൽ വിവാദം തെരഞ്ഞെടുപ്പിൽ കത്തിക്കുന്ന വിഷയമായിട്ട് നിലനിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.